ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ തുടരുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടട്ടെ. നമ്മുടെ ചാനൽ പുതിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുതേ. ആരോ ഒരാൾ ഭാഗം 35. വണ്ടിയിൽ നിന്നിറങ്ങി ഒരു പ്രതിമ പോലെ തൻ്റെ മുൻപിൽ നടന്നു നീങ്ങുന്ന മകനെ നോക്കി വർഗീസ് നെടുവീർപ്പെട്ടു. ചെയ്യുന്നത് ക്രൂരതയാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയനോട് വിവാഹം കഴിക്കാൻ പറയുക എത്രമാത്രം ക്രൂരതയാണെന്ന് തനിക്കും മനസ്സിലാക്കാനാകും. എങ്കിലും ഇപ്പോൾ ഇത് അനിവാര്യമാണ്. മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാനാകില്ല. തനിക്കിപ്പോൾ ഏറ്റവും വലുത് ജാസ്മിനും ജാസ്മിൻ്റെ ജീവിതവുമാണ്. ഒരിക്കലും പരസ്പരം സ്നേഹിച്ചിട്ടില്ലാത്ത മെർലിനും റോഷനും ഒന്നിക്കുന്നതിലും ഭേദമാണ് അറിഞ്ഞോ അറിയാതെയോ എപ്പോഴോ സ്നേഹിച്ചു പോയ അവർ തമ്മിൽ ഒന്നിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സങ്കടങ്ങൾ അത് താൽക്കാലികം മാത്രമാണ്. നാളെ ഒരിക്കൽ വരാൻ പോകുന്ന വലിയ സന്തോഷത്തിൻ്റെ മുന്നോടിയായി കിട്ടുന്ന ചെറിയ സങ്കടങ്ങൾ. റോഷനോടൊപ്പം ജാസ്മിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അതായിരുന്നു ആ പിതാവിൻ്റെ മനസ്സ് നിറയെ. മോളെ, ഞാൻ നിനക്ക് തന്ന വാക്കു പാലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ റോഷൻ അവൻ നിൻ്റേതാണ്, നിൻ്റേതു മാത്രം. ഒട്ടും വൈകാതെ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും. ചെന്ന് കയറിയ ഉടനെ വർഗീസ് ജാസ്മിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാഡി, എനിക്കിത് വിശ്വസിക്കാമോ? അതിനിവൻ സമ്മതിച്ചോ? ജാസ്മിൻ ഉത്സാഹത്തോടെ ചോദിച്ചു. നീ തന്നെ ചോദിച്ചു നോക്ക് നിന്റെ ഭാവി ഭർത്താവിനോട്. എനിക്ക് അല്പം തിരക്കുണ്ട്. അത് പറഞ്ഞിട്ട് വർഗീസ് പുറത്തേക്ക് നടന്നു. ജാസ്മിൻ റോഷനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കത്തുന്നത് കാമമാണോ പ്രണയമാണോ എന്ന് തിരിച്ചറിയാനാകാതെ റോഷൻ ഒരു പ്രതിമ പോലെ നിന്നു. അവന് തടയാൻ കഴിയും മുൻപ് അവൾ അവനെ വാരിപ്പുണർന്നു. ആർത്തിയോടെ അവൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി. തൻ്റെ ശരീരത്തോട് അമരുന്ന ആ സ്ത്രീ ശരീരത്തോട് അന്നാദ്യമായി അവന് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. ചീഞ്ഞളിഞ്ഞ് ശവത്തോട് തോന്നുന്ന വെറുപ്പ്. അവൻ സർവ്വശക്തിയും എടുത്ത് അവളെ തള്ളിമാറ്റി. ജാസ്മിൻ, നീ എന്താ ഈ കാണിക്കുന്നത്? പരിസരബോധം നഷ്ടപ്പെട്ടോ നിനക്ക്? അവൻ അലറി. അതെ, എനിക്ക് പരിസരബോധമില്ല. എൻ്റെ കണ്ണിൽ നീ മാത്രമേ ഉള്ളൂ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ശരീരത്തിന്മേലുള്ള അവകാശം, അത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഡാഡി പറഞ്ഞത് കേട്ടല്ലോ. ഇന്നു മുതൽ നീ എനിക്കുള്ളതാ, എനിക്ക് മാത്രം. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അതോ നിനക്കിപ്പോഴും അവളെയാണോ വേണ്ടത്? പെട്ടെന്ന് ജാസ്മിൻ്റെ ഭാവം മാറി. അവൾ അലറും പോലെ ചോദിച്ചു. ജാസ്മിൻ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മൈൻഡ് യുവർ വേർഡ്സ്. റോഷൻ നിയന്ത്രണം വിട്ടു. സോറിഡാ, ഞാൻ അറിയാതെ. പെട്ടെന്ന് ശാന്തത വീണ്ടെടുത്തുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ കൈകൾ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുസൃതി കാട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഏതൊരു പുരുഷൻ്റെയും വികാരങ്ങൾ ഉണരേണ്ട സമയം. പക്ഷേ തൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെറുപ്പ് മാത്രമാണ്, വല്ലാത്ത അറപ്പും. എതിർക്കാനാവാതെ റോഷൻ നിസ്സഹായതയോടെ മരവിച്ചിരുന്നു. ജാസ്മിൻ, നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ മെർലിൻ മാത്രമാണുള്ളത്. നീയും നിന്റെ ഓർമ്മകളും എൻ്റെ ഉള്ളിൽ എന്നോ മരിച്ചു കഴിഞ്ഞു. എൻ്റെ സച്ചുവേട്ടൻ്റെ ഭാര്യയാണ് നീ. നിനക്കത് വളരെ പെട്ടെന്ന് മറക്കാനായേക്കും. പക്ഷേ എനിക്കത് ഒരിക്കലും മറക്കാനാകില്ല. വാശി പിടിച്ച് നീ നേടിയെടുക്കുന്ന ഈ റോഷൻ, അവനൊരു ചത്ത ശരീരം മാത്രമാണ്. ഒരിക്കലും എൻ്റെ മനസ്സിനെ നിനക്ക് സ്വന്തമാക്കാനാകില്ല. മൗനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടവൻ തന്നോട് തന്നെ പറഞ്ഞു. ജാസ്മിൻ, പ്ലീസ്, നമ്മുടെ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന ഋഷി വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ ആ കാഴ്ചയിലേക്ക് നോക്കി പകച്ചു നിന്നു. എന്താ ഋഷി, കയറി വരുമ്പോൾ ഒന്ന് മുട്ടിയിട്ടെങ്കിലും വന്നുകൂടെ? ഇതിപ്പോൾ ഒരു ബാലൻസും ഇല്ലാതായല്ലോ. ജാസ്മിൻ വല്ലാത്ത ദേഷ്യത്തോടെ ഋഷിയെ നോക്കി. അത് ഞാനൊരു അത്യാവശ്യ കാര്യം. അത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തു പറ്റി ഋഷി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിറഞ്ഞിരിക്കുന്ന ഋഷിയുടെ കണ്ണുകൾ കണ്ട് റോഷൻ ആവലാതിയോട് ചോദിച്ചു. റോഷൻ, എൻ്റെ കുഞ്ഞിന് സുഖമില്ല. അത് പറഞ്ഞുകൊണ്ടവൻ പൊട്ടിക്കരഞ്ഞു. റോഷൻ അവനെ തന്നോട് ചേർത്ത് നിർത്തി പതുക്കെ അവൻ്റെ പുറത്ത് തലോടി. റോഷൻ, ഞാൻ പൊക്കോട്ടെ? അമ്മയില്ലാത്ത എൻ്റെ മോളുടെ അടുത്ത് അല്പം നേരം ഇവൾക്കൊന്നിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനെയൊക്കെ. അല്പം ഒന്ന് ആശ്വാസമായപ്പോൾ ഋഷി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. എന്തു തന്നെയാണെങ്കിലും എവിടേക്കെങ്കിലും കയറി വരുമ്പോൾ ഒന്ന് മുട്ടുക എന്നുള്ളത് മാനേഴ്സാണ്. അല്ലാതെ തോന്നുന്നിടത്തേക്ക് ഇടിച്ചുകുത്തി വരികയല്ല വേണ്ടത്. വീണ്ടും ഋഷിയെ വേദനിപ്പിക്കുന്ന ജാസ്മിനെ അത്ഭുതത്തോടെ റോഷൻ നോക്കി. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് പറയാനാകുമോ? അവൻ സ്വയം ചോദിച്ചു. ഋഷി, മോൾക്ക് എന്താ പറ്റിയത്?
എനിക്കറിയില്ലായിരുന്നു താൻ വിവാഹിതനായിരുന്നു എന്ന കാര്യം. കുഞ്ഞിൻ്റെ അമ്മ എവിടെ? റോഷൻ ഒരേ സമയം കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചു. റോഷൻ, എൻ്റെ മോൾക്ക് ലുക്കീമിയയാണ്. മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 6 മാസത്തോളമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ അവൾക്ക് തീരെ വയ്യ. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡോക്ടർ ഹരിയാണ് അവളെ നോക്കുന്നത്. എൻ്റെ മോളുടെ അമ്മ. അത് പോട്ടെ. അല്പനേരം പറയാൻ മടിച്ചു നിന്നിട്ട് ഋഷി വിങ്ങലോടെ പറഞ്ഞു നിർത്തി. ഋഷി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ഈശ്വര നിശ്ചയമല്ലേ? എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. ഞാൻ ഡോക്ടർ ഹരിയെ വിളിച്ച് പറയാം. താൻ വിഷമിക്കേണ്ട. തനിക്ക് ആരുമില്ലെന്ന തോന്നലും വേണ്ട. ഞാനുണ്ടാകും മുന്നോട്ടുള്ള ഏത് കാര്യത്തിനും. ജാസ്മിന് വയ്യാത്തതല്ലേ, അവളെ ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പോഴും തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവളെ അവജ്ഞയോടെ നോക്കിയിട്ട് റോഷൻ പറഞ്ഞു. എന്നാലും ഇവളെന്താ ഇങ്ങനെ? ഒന്നുമല്ലെങ്കിലും അവൾക്ക് ആകെയുള്ള ഒരു ബന്ധുവല്ലേ ഋഷി. അവൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ഒരു സഹതാപമെങ്കിലും അവൾക്ക് കാണിച്ചുകൂടെ? എന്ത് ജന്മമാണിത്? ഇങ്ങനെയൊരുത്തിയാണല്ലോ കുറച്ച് നാളേക്കെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. ഓർക്കും തോറും റോഷന് തന്നോട് തന്നെ പുച്ഛം തോന്നി. എന്തായാലും എൻ്റെ സച്ചുവേട്ടൻ ഭാഗ്യമുള്ളവനാ. ഒന്നും അനുഭവിക്കാതെ തന്നെ കടന്നുപോയല്ലോ. ആ നിമിഷത്തിൽ സച്ചു മരിച്ചതിൽ റോഷന് അല്പം ഒരു സന്തോഷം പോലും തോന്നി. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. ഇനി എവിടേക്ക്? മെർലിൻ രാത്രിയുടെ ഏകാന്തതയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. വേണമെങ്കിൽ ഹരിയെ വിളിക്കാം. പക്ഷേ എന്തോ അതിനും മനസ്സ് വരുന്നില്ല. വീട്ടിലേക്ക് പോകാനും തോന്നുന്നില്ല. എന്തു ചെയ്യും? എന്നാലും എന്തായിരിക്കും ഹരിയുടെ വാക്കുകളുടെ അർത്ഥം? എല്ലാം ഹരിക്ക് വെറുതെ തോന്നിയതാകാം. മെർലിൻ ആലോചനയോടെ ലക്ഷ്യമില്ലാതെ നടന്നു. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ഇരുമ്പലോടെ അവളെ കടന്നുപോയി. ഒരു നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. അവളുടെ മനസ്സിലേക്ക് സായയുടെ പുഞ്ചിരിക്കുന്ന മുഖം കടന്നു വന്നു. അതെ, ഇന്ന് രാത്രി തന്നെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. ഇവിടെ അടുത്തെവിടെയോ ആണ് അവളുടെ വീട്. മെർലിൻ്റെ കാലുകൾക്ക് വേഗം വർദ്ധിച്ചു. അവൾ സായയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഒട്ടും വൈകാതെ തന്നെ അവൾ ഇരുട്ടിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ വീട് കണ്ടെത്തി. ഒരുപക്ഷെ അവൾ ഇവിടെ വന്നിട്ടില്ലായിരിക്കുമോ? അവളുടെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു. പെട്ടെന്ന് ആ വീടിൻ്റെ മൂലയ്ക്കായി ഒരു കുഞ്ഞു വെളിച്ചം. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. പ്രത്യാശയുടെ മെഴുകുതിരിനാളം. മുൻപ് പകൽ പോലും ഈ വീട് തന്നെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ആ ഭവനം തൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നിറയ്ക്കുന്നു. മനസ്സിൻ്റെ വിക്രിയകളോർത്ത് അവൾക്ക് അതിശയം തോന്നി. അവൾ വെളിച്ചം കണ്ട സ്ഥലത്തെ ലക്ഷ്യമാക്കി നടന്നു. എവിടെ നിന്നോ ഉയർന്നു കേൾക്കുന്ന കാലം കോഴിയുടെ ശബ്ദം. ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ മുരൾച്ചകൾ ചുറ്റും മുഴങ്ങുന്നു. ആരൊക്കെയോ തന്നെ പിന്തുടരുന്നതുപോലെ. പക്ഷേ ഒന്നും അവളെ ഭയപ്പെടുത്തിയില്ല. ജീവിതത്തിൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഏതൊരാളുടെയും അവസ്ഥ അപ്രകാരമായിരിക്കും. അനുവാദമില്ലാതെയാണ് ഇവിടേക്കുള്ള തൻ്റെ വരവ്. മുൻപൊരിക്കലും ആരുടെയും പ്രൈവസിയിലേക്ക് താൻ ഇങ്ങനെ പോയി നിന്നിട്ടില്ല. അവളുടെ അഭിമാനബോധമുണർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ വീടിന് മുൻപിൽ അല്പനേരം നിന്നു. സായ, അവൾ തൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഇപ്പോൾ തനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെന്തിന് ഈ അഭിമാനബോധം? ഈ അവസ്ഥയിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മനസാക്ഷിയുടെ ആശ്വസിപ്പിക്കലിൽ അവൾ മുന്നോട്ട് നടന്നു. ഒരുപാട് പഴയ വീടാണ്. വാതിലിന് പുറത്ത് കോളിംഗ് ബെല്ലിനായി അവളുടെ കണ്ണുകൾ തിരഞ്ഞു. എവിടെയും അങ്ങനൊന്നില്ല. വാതിലിൽ മുട്ടാനായി തുടങ്ങുമ്പോഴാണ് ആ വാതിൽ പതുക്കെ തുറന്നു വന്നത്. ശബ്ദമുണ്ടാക്കാതെ അവൾ അകത്തേക്ക് നടന്നു. മുറിക്കകത്തെ അരണ്ട വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി. ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നല്ലോ, അവൾ ചെവി കൂർപ്പിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. നീ ഒരു വിഡ്ഢിയാ മെർലിൻ. സംസാരശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ശബ്ദമുണ്ടാകാനാ? സ്വന്തം ബുദ്ധിയെ ശാസിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ചുവടുകൾ വെച്ചു. ആ വീടിൻ്റെ വിശാലത അവളെ അത്ഭുതപ്പെടുത്തി. പുറമെ നിന്ന് കാണുന്നത് പോലെയല്ല അകത്ത്. ചില മനുഷ്യരുടെ മനസ്സ് പോലെ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന വീട്. വാതിൽ കടന്ന് ഉള്ളിലേക്ക് നടന്നപ്പോൾ വലിയൊരു ഹോളിലേക്കാണ് അവൾ എത്തി നിന്നത്. അവിടെ നിന്നും കൈവഴികളായി പിരിഞ്ഞു പോകുന്ന ഒരുപാട് റൂമുകൾ. ആകെ ഭയാനകമായ ഒരു അന്തരീക്ഷം. അകത്ത് പഴമയുടെ ദുർഗന്ധം തങ്ങി നിൽക്കുന്നു. അകത്തളങ്ങളും വാതിലുകളും മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്.
ചുറ്റും അഗാധമായ ഇരുട്ട്. ഒരു കൊച്ചു ശബ്ദം പോലും എവിടെയും കേൾക്കാനില്ല. ഇതുപോലൊരു വീട്ടിൽ ഈ കുട്ടി എങ്ങനെയായിരിക്കുമാവോ ജീവിക്കുന്നത്? ഇനിയിപ്പോൾ അവൾ ഇവിടെ ഇല്ലായിരിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം ഉള്ളിലേക്ക് വന്നപ്പോൾ എന്തെന്നില്ലാത്ത ഭയം തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. വേണ്ട, പുറത്തേക്ക് പോകാം. മരണത്തെ ഭയന്നിട്ടല്ല, മുന്നിൽ ചില കടമകൾ ബാക്കി നിൽക്കുന്നു. അതുവരെ ജീവിച്ചേ പറ്റൂ. എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഹരിയെ വിളിക്കാം. ഇന്ന് രാത്രി ഹരിയുടെ വീട്ടിൽ തങ്ങാം. ഉറച്ച തീരുമാനത്തോടെ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ശബ്ദം അവിടെ മുഴങ്ങിയത്. എന്തോ നിരങ്ങി നീങ്ങുന്നത് പോലെ. എന്തായിരിക്കും അത്? എവിടെ നിന്നാണ് അത് കേട്ടത്? അവൾ ആ ശബ്ദത്തിനായി കാതോർത്തു. ഒടുവിൽ തൻ്റെ കാൽ ചുവട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതായത് ആ വീട് ഇവിടെ അവസാനിക്കുന്നില്ല. തൻ്റെ കാൽ ചുവട്ടിൽ മറ്റൊരു ലോകമുണ്ടെന്ന് തോന്നുന്നു. മൊബൈലിൻ്റെ അരണ്ട വെട്ടത്തിൽ അവൾ പതുക്കെ ചുറ്റും തിരഞ്ഞു നോക്കി. ഒടുവിൽ ഭിത്തിയിലെ മാൻഹോൾ പോലെ തുറക്കുന്ന ഒരു ഭാഗത്ത് അവളുടെ കണ്ണുകൾ ഉടക്കി. അതിലൊരു പിടിയുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് തുറക്കാനായില്ല. നിരാശയോടെ പിൻവാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ ഭിത്തിയിലെ സ്വിച്ചിലേക്ക് പതിഞ്ഞു. ഭയത്തോടെയാണെങ്കിലും അവൾ ആ സ്വിച്ച് മെല്ലെ ഒന്നമർത്തി. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വാതിൽ ചെറിയൊരു ശബ്ദത്തോടെ തുറന്നു വന്നു. ആ വാതിലിനപ്പുറം എന്താണെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇരുട്ട് മാത്രം. മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആ ഇരുട്ടിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകൾ താഴേക്ക് കാണുന്നുണ്ട്. അവൾ ശ്രദ്ധിച്ച് അകത്തേക്ക് കടന്നു. ഓരോ അടിയും മുന്നോട്ട് പോകും തോറും വല്ലാത്ത ഭയം തന്നെ പിടികൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ചെന്ന് അവസാനിച്ചത് വലിയൊരു ഹോളിലായിരുന്നു. അവിടെ ഭിത്തിയോട് ചേർന്ന് ആരോ ഇരിക്കുന്നു. എന്തായാലും സായല്ല, മറ്റാരോ ആണ്. ആരായിരിക്കും അത്? അവൾ ഭയത്തോടെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ മുഖത്തേക്ക് പതിച്ചു. ഞെട്ടലോടെ തിരിയാൻ ശ്രമിക്കുമ്പോഴേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിറ്റേന്ന് ആ വലിയ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ മെർലിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ ശരീരത്തിനും മനസ്സിനും ഭാരം കുറഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. തനിക്കിപ്പോൾ ഒരു അപ്പൂപ്പൻ താടിയുടെ സന്തോഷമാണ്. മാനത്ത് പാറി നടക്കുന്ന ആ അപ്പൂപ്പൻ താടിക്ക് യാതൊരു സങ്കടങ്ങളുമില്ലെന്ന് ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ആ നിമിഷം റോഷന്റെ മുഖമാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവനെ ഒന്ന് കാണാനും നെഞ്ചോട് ചേർന്ന് നിൽക്കാനും അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. വേണ്ട, ഈ സന്തോഷം തൽക്കാലം അവനെ അറിയിക്കാതിരിക്കുകയാണ് നല്ലത്. ചില സന്തോഷങ്ങൾക്ക് കുറച്ച് ഇടവേളകൾ അനിവാര്യമാണ്. ഇനി എങ്ങോട്ട്? അവൾക്കുള്ളിൽ ആ ചോദ്യം മുഴങ്ങി. പഴയതുപോലെ സങ്കടപ്പെട്ട് നടക്കാൻ തനിക്കാകില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നേ പറ്റൂ. പക്ഷേ എങ്ങോട്ട്? ആലോചനയോടെ ഭിത്തിയിലേക്ക് ചാരിയപ്പോൾ അവളുടെ മൊബൈൽ റിംഗ് ചെയ്തു. അതിൽ തെളിഞ്ഞു കണ്ട ആളുടെ മുഖം അവളെ അല്പം സന്തോഷപ്പെടുത്തി. എടി, നീ ഇതെവിടെയാ? ഒരു അത്യാവശ്യ കാര്യം പറയാനായി എത്രാമത്തെ പ്രാവശ്യമായി വിളിക്കുന്നത്? രാത്രി മുഴുവൻ എനിക്ക് ഇത് തന്നെയായിരുന്നു പണി. ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഏത് പാതാളത്തിലേക്കാണ് നീ പോയത്? എവിടേക്കാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഹരിയുടെ ശബ്ദത്തിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞിരുന്നു. അതൊക്കെ പറയാം മിസ്റ്റർ ഹരിനാരായണൻ. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും വേണ്ടില്ല, 1/2 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ അയക്കുന്ന ലൊക്കേഷനിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന ഉത്സാഹം അയാളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഓക്കെ, ഡൺ. ഞാൻ കുളിച്ചിട്ടും പല്ല് തേച്ചിട്ടും ഒന്നുമില്ല. പക്ഷേ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അതേ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ വെച്ചു. മെർലിൻ ഓർക്കുകയായിരുന്നു. ഹരി, അവൻ തനിക്കാരാണ്? അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. പക്ഷേ അവൻ എൻ്റെ ആരൊക്കെയോ ആണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ പല സമയങ്ങളിലും അവനായിരുന്നു താങ്ങായും തണലായും ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഹരിയുടെ അടുപ്പത്തെ താനും സംശയിച്ചിരുന്നു. പക്ഷേ ഹരിയുടെ മമ്മി പറഞ്ഞ വാക്കുകൾ അതായിരുന്നു അവനിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിച്ചത്. മോളെ, നീ അവനെ സംശയിക്കേണ്ട. അവൻ നിന്നെ കാണുന്നത് ഞങ്ങളുടെ അമ്മുക്കുട്ടിയെ പോലെ തന്നെയാണ്. അവനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിവാഹമുണ്ടാകില്ല. ബ്രഹ്മചര്യം ജീവിതവ്രതമായി എടുത്തിരിക്കുന്ന അവനിൽ അശുദ്ധി കാണേണ്ട കാര്യമില്ല. ആ അമ്മയുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കുന്ന പ്രവൃത്തികളായിരുന്നു പിന്നീട് ഹരിയുടെ ജീവിതം. തന്നെ ഏറെ അറിയുന്നവൻ, തനിക്ക് റോഷനോടുള്ള അടങ്ങാത്ത ആവേശം ഏറ്റവും നന്നായി അറിയാവുന്നതും അവന് തന്നെ.
എങ്ങനെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഉറപ്പിക്കുക, അതിനുവേണ്ടി മാത്രമാണ് അവൻ്റെ ഈ വരവ് തന്നെ. പക്ഷെ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ അത് ഹരിയോട് പറയണോ വേണ്ടയോ? മെർലിൻ വല്ലാത്ത ആലോചനയിലാണ്ടു. ആരോ ഒരാൾ തുടരും. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.